അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പാർക്കിലെത്തി. പാർക്കിലിഞ്ഞ് ഒരു ഗ്രില്ലടിക്കാനുള്ള ഒരു സ്പോട്ട് കണ്ടെത്തണം. എന്നിട്ട് ഗ്രില്ലൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ട് നമ്മൾ കണ്ടെത്തി. റജിമ്പോ ഏതാണ് നമ്മളത്? ഇതല്ലേ? ഓക്കെ, സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോ. ഓൾറെഡി അതിലുണ്ട് സെറ്റപ്പൊക്കെ, ഗ്രില്ല് സാധനങ്ങളൊക്കെ ഒക്കെ അവിടെ ഒതുക്കി വെച്ചോ. സെറ്റായിക്കോ റോയിച്ച. അപ്പോൾ സെറ്റല്ലേ ഇവിടെ? പാറിനുണ്ട് അല്ലേ? ആദ്യം അവിടെ വെക്ക്, എന്നിട്ട് എന്തെങ്കിലും സാധനം ഇങ്ങോട്ട് കൊടുന്ന് വെക്കണം. കുമാരേട്ടാ, കുമാർജി, സാധനം എന്തെങ്കിലും അവിടെ കൊടുന്ന് വെക്കുക. പാറിനുണ്ട്. റജിംബായപ്പോൾ ഇങ്ങനെ സെറ്റായിക്കോട്ടെ. ആ റജിംബ, ഇതിൻ്റെ ആവശ്യമില്ല, അതിന് പകരമാണിത്. ഇതിൽ നമ്മൾ ചാർക്കോൾ ഇട്ടിട്ട് കത്തിക്കുക. അത് എന്നാ വാ, വെള്ളം ഇതൊക്കെ ഇവിടെ കൊടു നിക്ക്. ചെക്ക അവിടെ ഉണ്ട്. ആ അത് പോരും. എന്നാ അത് ഇവിടെ കൊടു നിക്ക്. എന്നാ മീൻ പിടിക്കണ സ്ഥലം സെറ്റാക്കാൻ പോയിക്ക. എന്നാ കുമാർജി ഇവിടെ കൊടു നിക്ക്, അല്ലെ ഇത് പാറിപ്പോവും. ആ ഇത് ഓൾറെഡി മണൽ പോയതല്ലേ. എന്നാ അഞ്ഞിപ്പുറത്തുനിന്ന് ഇതായിക്കാൻ എന്തേലും വെക്കാൻ. ആ അടച്ചോ, സെറ്റ്. എന്താണ് ഇത് നമ്മളിപ്പം ചാർക്കോള് ഓൾറെഡി ഇട്ടു. ഓക്കെ. ഇതിപ്പം ഒരു 3-4 പീസ് ചിക്കൻ ചുടാനുള്ള ആവശ്യമായിട്ടുള്ള സാധനം ഉണ്ട്. ആവശ്യത്തിൽ കൂടുതലുള്ള സാധനം ഉണ്ട്. നമ്മൾ എത്ര ചിക്കനാ കൊടുക്കുന്നത്? 3 ചിക്കൻ ഉണ്ട്. പിന്നെ അതിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഷമീംബായിന്റെ മസാലയാണോ അതോ റജിംബായിന്റെ മസാലയാണോ? കുത്താനും. ഒന്ന് റജിംബായി കൂട്ട് കൊടുത്താ ഓക്കെ. എന്നാ സെറ്റ് ആയിക്കോ. ആദ്യം ഒന്ന് കത്തിച്ച് പിടിപ്പിക്കണത്. അതെ, കത്തിച്ച് പിടിപ്പിക്കണം. അത് ആദ്യമേ ടിഷ്യൂ കൊടുക്ക്. ടിഷ്യൂ ആ ഫാനും എടുത്തു. അസിസ്റ്റൻസ് ടിഷ്യൂ. ഇവിടെ ആരെങ്കിലും ഇത്തിരി മണ്ണെണ്ണ വെച്ചാൽ തരും. എവിടെ മേടിച്ചാ? വാങ്ങിയാ? അതൊക്കെ വാങ്ങി. മണ്ണെണ്ണൊക്കെ റേഷൻ കടയിൽ പോയി വാങ്ങിയില്ലേ? ഹലോ ഗൈസ്, അപ്പൊ നമുക്കിത് കത്തിക്കാനായിട്ട് BBQന്റെ ജെല്ല് ഇതുണ്ട്. ഇത് കത്തിക്കാനായിട്ട് ഇതിൽ കുറച്ച് ടിഷ്യൂ എടുത്തതിന് ശേഷം മണ്ണെണ്ണ പോലത്തെ ലിക്വിഡാണ്, ലിക്വിഡ് ജെല്ലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഓക്കെ ഇങ്ങനെ ഇതിൽ കുറച്ച് ഇതാക്കിയതിന് ശേഷം ഇതിൽ അതിനടുത്ത് അത് വേണോ ഒന്നായിട്ട് ഇട്ടും ഒന്ന് പിടിച്ചു കൊടുത്തോ. ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് കുത്തി അമർത്തുക, എന്നിട്ട് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് കോള് ജസ്റ്റ് കോള് ഇതിന്റെ മേളിലേക്ക് പരിപാടി സ്റ്റാർട്ടാക്കി. ഈ കോള് ഇതിന്റെ മേളിലോട്ട് ആക്കി കൊടുക്കും. അവിടെ എന്താ വീണു? സെറ്റല്ലേ? അതൊരു കുപ്പി തീർന്നാലും കത്തൂലേ ചങ്ക? കത്തിക്കും. അതിനാണ് ആദ്യം അത് മൊത്തം മതി. ഓക്കെ. ആ ഫാൻ എടുത്തേ. ഫാൻ അതെവിടെ? ആ ഫാൻ എടുത്തോ. ഫാൻ, ചെറിയ ഫാൻ എൻ്റെ അകത്തുണ്ട്. എവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു? ഗായ്സ് അങ്ങനെ കത്തിയിരിക്കുകയാണ്. അന്ന് ആ ഫാന് വാങ്ങിയപ്പോ കളിയാക്കാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. എവിടെ ഫാൻ എടുത്തോ? ശങ്ക ഫാനൊന്നും കാണാനല്ലോ. ഫാൻ ഇതിനകത്തുണ്ട്. അത് അങ്ങനെ ലോക്കാക്കി വെക്കാൻ. ഗായ്സ് അങ്ങനെ ഇത് കത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും കണ്ടോളൂ. ജെല്ലൊഴിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം കത്തി ഒന്ന് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് ടൈം എടുക്കും. കാറ്റുണ്ട്, എന്നാലും ഈ കോള് ഇളക്കി ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഫാൻ വെച്ചിട്ട് ഇതിനെ ബ്ലോർ ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിന്റെ മെയിൻ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അതല്ല, ഇത് 3 ദിറംസേ ഉള്ളൂ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. അപ്പൊ ഞാൻ എന്ത് പറ്റി, ഞാൻ ഇത് ആദ്യം മുൻകൂട്ടി കണ്ടുകാണ്ട് വാങ്ങിയതാണ്. ഇതിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിലും വലിയ കാറ്റ് വരുന്നുണ്ട്.
അതാണ് രണ്ട് മുക്കന്മാര് മീൻപിടുത്തത്തിനെ പറ്റി എന്താ കാര്യമായിട്ട് ചർച്ച ചെയ്യാണ്. ഇവിടെ കത്തിയില്ല. ആകെ 3 ചിക്കനല്ലേ അതിക്ക് ഒരു കല്യാണത്തിലുള്ള ജെല്ല് കഴിഞ്ഞിരിക്കുന്നത്. ഇല്ലല്ല അങ്ങനെയൊന്നും പിടിക്കും. അപ്പൊ ഞാൻ ഇതാവട്ടെ, ഒന്ന് കത്തിപ്പിടിക്കട്ടെടാ, അതുവരെ വെയിറ്റ് ചെയ്യാം. അല്ല അത് അതിലും വെള്ളം കൂട്ടിക്കണോടാ ചങ്ങ. കത്തൂലേ? നിങ്ങളെ പിന്നില് നമ്മളെ അയൽ രാജ്യക്കാരുണ്ടല്ലോ നല്ല സെറ്റ് ആക്കിട്ട്. ചങ്ങ ഫാൻ എങ്ങനെയുണ്ട് അത് പറ, അതിനെ കുറിച്ച് പറയാനാണ്. 3 ദിറംസ് വാങ്ങിയപ്പോ നമ്മളെ കളിയാക്കി എടാ, ഒന്നായിട്ട് കത്തിക്ക. കൂടുതൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കേക്കില്ല. ഇത് ആയി തീയായല്ലോ. ഇവിടെ ഉള്ളിൽ തീയുണ്ട്. ഫാന്റെ പടം മടങ്ങി. പിന്നെ ചേട്ടാ അതെ നമ്മളാ ഇങ്ങനെ ഒരു ഇറുക്കണ സാധനല്ലേ, ക്ലിപ്പർ, ആ സാധനം ഇവിടെ അത് നോക്കത്തിൽ നോക്കാം. കറക്റ്റ് ഇരിക്കൂല, അതാണ് പ്രശ്നം. അത് മതി, ക്ലിപ്പർ മതി. അതെടുത്തിട്ട് ഞാൻ അതുകൊണ്ട് എടുത്തത്. ഇതാടാ സാധനം ഇറക്കി പാലക്കാടിന്റെ മണിമുത്ത് എടുത്തു വെക്കൂ. ഇതാ കൊടുക്ക്, ഇതാ സാധനം കൊടുക്കണടാ. കാറ്റിനെ തല തിരിക്കണോ, വേറെ സൈഡാക്കണോ? മുത്തല്ല, ആ സാധനം കൊടുത്തു. ഞാൻ കണല അത് എടുത്തിട്ട് അതിന്റെ ആ തീ കത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ ഒന്ന് ഊതിക്കാ. ആ മന്ത്രം ചൊല്ലിട്ട് ഊത്. അതെ, ഇഞ്ഞെടുത്താണ് ഒരു 2 ടിഷ്യൂ കൂടെ ഇഞ്ഞെടുത്താണ്. 4 സൈഡിൽ അങ്ങോട്ട് കത്തിച്ചു വെച്ചാൽ ഒരേ കണക്ക് കത്തണം. കത്തിച്ചു പിടിച്ചു ചങ്ക. നമ്മളെ സ്ഥലം ലൊക്കേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാല്ലേ റജീം ഭായ്? ലൊക്കേഷൻ സെറ്റ് അല്ലേ? അതാണ് നമ്മൾ കൊണ്ടുവരുന്ന ഏരിയ ഒക്കെ എങ്ങനെ ആയിരിക്കും? 2 പ്രകൃതി രമണീയമായ സ്ഥലം മൊത്തം അങ്ങ് കത്തിട്ടെ ഒന്ന് ഇളക്കി കൊടുക്കും. മൊത്തത്തിൽ അതൊന്ന് അങ്ങനെ പിടിച്ചോക്കാം. ഇത് നമ്മളെ മറ്റേ പാകിസ്ഥാനി ഫ്രണ്ടുകളെ നമുക്ക് തന്നതാണ്. കഴിഞ്ഞ പോലെ കണല് നമുക്ക് തന്ന്. അപ്പൊ നമ്മളതും പാടെ കൂടുമ്പോ ഇഷ്ടം പോലെ സാധനമായി. കണ്ണിലൊക്കെ ഇത് വരുന്ന കാണല്. എടാ ആ തുണി എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് കുമാരേട്ടാ? വലിയൊരു തട്ടിക്കോ, എന്നിട്ട് ഇതാക്കാം. ഉള്ളു കാണല. ഒരു മിനിറ്റ് അടങ്ങാംസേ. ഇനി കുറച്ചേരെ കത്തി പിടിച്ചോട്ടെ, അവിടെ വെച്ചോളി. ഓക്കെ, സമാധാനത്തിന് അപ്പൊ കുമാരേട്ടാ ഞാൻ കൊടുന്ന സാധനമൊക്കെ ഇപ്പൊ ഉപയോഗത്തിലായില്ലേ? അങ്ങനെ ഈ ട്രേയുടെ മുകളിൽ എത്രയും ഹൈറ്റിലാവുമ്പോ അത്രയും എന്താണ് ഹീറ്റ് കുറച്ച് അടിക്കത്തുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട്. ഓക്കെ. ഷമീംബായിന്റെ നിധി എടുത്തു കൊണ്ടുവരൂ. ചിക്കൻ ഞാനല്ല, റജീം ഭായ്. ചിക്കൻ റജീം ഭായ് വീണ്ടും റജീം ഭായ്. റജീം ഭായ് ചിക്കൻ എടുത്താ പൊട്ടിക്കാൻ നമ്മൾ ചങ്കാണ് അതിന്റെ. ചിക്കൻ എടുത്തോ. അതെ, നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്താണ് ഇപ്പൊ ഇതിന്റെ സീക്രട്ട് മസാല? സീക്രട്ട് നാടൻ മസാലകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് മഞ്ഞള്, നമ്മളെ കാശ്മീരി മുളക്, ഓക്കെ, ലേശം ഗരം മസാല, ഓക്കെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് ചതച്ചത്, ഇതെല്ലാം വെച്ചിട്ട് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ലേശം തൈര് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ചിക്കനാ? 3 ചിക്കൻ ഉണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് തലേ ദിവസം വെച്ചിരുന്നതാണ്. ജസ്റ്റ് ഇപ്പൊ എടുത്തിട്ട് വന്ന. ഓക്കെ, എന്നായിക്കോട്ടെ, സാധനം എടുത്തോ. മെല്ലെ ആ പ്ലേറ്റിന്
ഈ വലിയ പ്ലേറ്റ് വേണ്ടേ? അയ്യോ ബിസ്മി ജെല്ലി വെച്ചോ. അപ്പം ആദ്യം തൈ പീസസ് 3 കട്ടി കുറഞ്ഞതായിട്ട് വെക്കുകയാണ്. ഓക്കെ. അതാകുമ്പോൾ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ബട്ടർ വാങ്ങാൻ പറയും. ബട്ടർ വാങ്ങിട്ട് ബട്ടർ ഉണ്ട്. ബട്ടർ ഉണ്ടോ? ആ വെള്ളം എവിടെ പോയി? ടിഷ്യൂ കൊടുക്ക്. അപ്പുറത്തെ സൈഡിൽ നിങ്ങളെ മറിച്ചിട്ടതിന് ശേഷം അതിന്റെ മണ്ടക്ക് ആ അത് ചെയ്തു മതി. ഓയിലെടുക്ക്. ഞാൻ ബട്ടറേന്ന് വേണ്ടത് ശരിക്കും. അത് കേക്കല്ല, സോപ്പിന്റെ കഷ്ണമാണ്. അതെന്നെ അടുത്ത് തേക്കരുത്. അല്ല ബട്ടർ വാങ്ങാൻ പറഞ്ഞില്ല. ബട്ടർ വേണ്ട പറഞ്ഞു. അതിന് പകരമാണ് ഓയിൽ എന്ന് പറഞ്ഞു. മാസ്റ്റർ ഷെഫ് പറഞ്ഞാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതെന്തിനാണ്? ഒട്ടിപ്പിടിക്കാതിരിക്കാനാ? ഓക്കെ. ഓക്കെ സെറ്റ് സെറ്റ് ചങ്ക ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ. ഇതെന്താണ്? ഇത് ലോക്ക് ലോക്ക് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് പുള്ളി ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി അത് എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഇതിൽ ജസ്റ്റ് ഓയിൽ സ്പ്രാങ്കിൾ ചെയ്തതിന് ശേഷം ആദ്യം വെച്ചു. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ വിഷ്വലായിട്ട് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് തിരിച്ചും മറിച്ചും ഇത് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കോള് ഒന്ന് മിക്സ് ചെയ്യും. ഓക്കെ. താങ്കൾക്ക് എത്ര വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ? ഞാൻ UAE 10-13 വർഷമായി. സാധനം തിരിച്ചതിൽ വെക്കണോ അങ്ങനെ റെഡിയായല്ലേ? നമ്മളൊരു ചെയർ ഉണ്ട്. ഔട്ട്ഡോർ ചെയറാണ്. ഇതൊക്കെ വാങ്ങി വെക്കുക എന്നല്ലാതെ ഇത് ഇടുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ അതിൻ്റെ സുഖം മോനെ. ഞാനുണ്ട് ഇനി റജിംബായിൻ്റെ ഒരു പാട്ടും എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഒരു പാട്ടും പാടിയ. എവിടേക്കപ്പം നിങ്ങൾ രണ്ടാളും ഒരേ ടീഷർട്ടാണല്ലോ. ഞാനൊന്ന് അവിടെ മറ്റേ മുനിസിപ്പാലിറ്റിന്റെ സൈൻ ബോർഡ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യട്ടെ എന്തൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത്. പിന്നെ നമുക്ക് മീൻ പിടിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞാല്. ആയുധം കൊണ്ട് ഇറങ്ങിയതല്ലേ, എന്തായാലും വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കട്ടെ, ചെക്ക് ചെയ്യാ. ഇരുട്ടായി തുടങ്ങി. നമ്മൾ പോയി നോക്കാം. ഇവിടെ എന്താ ബോർഡൊക്കെ ഉണ്ട്. Okay, camping violations, park. Smoking is not allowed. പിന്നെ നമുക്ക് വിഷയമല്ലല്ലോ, Any use basically. വലിക്കണോൽക്കല്ലേ. ഫിഷിങ്ങിന്റെ ഒന്നുമില്ല അല്ലേ? മെയിൻ ആയിട്ട് നമ്മുടെ സാധാരണ ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന കുറെ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള ഒന്നും നമ്മള് കാണുന്നില്ല. പിക്നിക് 5-ലാണുള്ളത്. ഇത് 1 മുതൽ 5 വരെ ഉണ്ട്. വാട്ടർ ബോഡീസ് ആൻഡ് ഫൗണ്ടൈൻസ് ത്രൂ ഔട്ട് ദ പാർക്ക് വയലേഷൻ. സ്വിമ്മിംഗ് അതിലൂടെ എല്ലാ ഇവന്റ്സ് ആൻഡ് ഒക്കേഷൻസ്. ഏതാണ്? ഏത്? ഓ അത് പൊള്ളി തുടങ്ങി. ലൈറ്റൊക്കെ ഓണായി. ലൈറ്റൊക്കെ ഓണായി. ആളുകളൊക്കെ വന്ന് തുടങ്ങി. ചെമീൻഭായി നല്ലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. സൂര്യാസ്തമയം അടിപൊളി വ്യൂ ആട്ടത്. ചെമീൻഭായി അവിടെ എന്തോ ഒരു പുതിയൊരു പാലം എന്തോ ഉണ്ടായിരിക്കും, ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. നോക്കാം നമുക്ക് എന്താണ്. നല്ല സ്ഥലമാട്ടെ, എന്താ വ്യൂ നോക്കേ. നല്ല അടിപൊളി സ്ഥലം. അവിടെ ഒരു പൂച്ച സാറുണ്ട്. പൂച്ച സാറിനൊക്കെ ഫുള്ള് ഡെയിലി ചിക്കനാണ്. ഓക്കെ ചെന്ന് നോക്കുക. അപ്പൊ ഞങ്ങൾ പാലത്തുമൊക്കെ എൻട്രി ചെയ്യാൻ പോവാണ്. അടിപൊളി കേട്ടോ. അലോഡല്ലേ? അത് മതി, നമുക്കത് വേണ്ട. നല്ല മീനൊക്കെ തീറ്റ കൊടുക്കാം നമുക്ക്. അതന്നെ റമദാൻ മാസമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി ഇട്ടിയത് അല്ലേ, ഭക്ഷണം കൊടുക്കണേന്റെ. സംഭവം അടിപൊളി കേട്ടോ അല്ലേ.
ഷെയ്ൻബായ് എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലം, ഒന്നും പറയാനില്ല. നല്ല കാറ്റും മാത്രമല്ല ഒരു ഫാമിലിക്കൊക്കെ ശരിക്കും വന്ന് ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു തന്നെ വന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം കുട്ടികൾ വെള്ളത്തേക്ക് വീഴുന്നുള്ള പേടിയില്ല. ഇതൊക്കെ പുതിയ സെറ്റപ്പ് ആട്ടോ. അതെ, അതിന്റെ അപ്പുറത്ത് ഫാമിലി ആയിട്ട് വന്ന് ഫിഷിങ്ങിന് വരികയാണെങ്കിൽ അതിനും പറ്റിയ സൗകര്യം. അതിന് പറ്റിയ സൗകര്യം, ശല്യൊന്നുമില്ല അല്ലേ? സെറ്റ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ എത്തിക്കിടും. അതെ, നമുക്ക് ഇതൊക്കെ നമ്മളെ ചിക്കൻ ചൂടിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് തുടങ്ങും പരിപാടി. തുടങ്ങാം. അവിടെ ആൾക്കാരൊക്കെ മീൻ പിടിക്കണുണ്ട്, കുട്ടികളൊക്കെ. അതെ, നല്ല അടിപൊളി സ്ഥലമാണ്. അതിങ്ങോട്ട് പോയേക്കാം. ഇവിടെ ഒരു ചങ്ങായി മീൻ പിടിക്കുന്നുണ്ട്. എന്താ രസല്ലേ, അടിപൊളി. നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് നൈറ്റ് ആയി ഫുള്ള് ആളായിരിക്കും. നൈറ്റ് ആൾക്കാരെത്തുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് ഫിഷിങ്ങിനുള്ള സ്ഥലം പിടിക്കണം. അതന്നെ, അത് നമുക്ക് പോവാം. വിഷയമല്ല. ചെങ്കളെ എന്താ അവസ്ഥ? സെറ്റല്ലേ? മാഷാ അല്ലാഹ്. വാവ്, ഫിഷിങ് ചെയ്യുന്നുണ്ട്. അതന്നെ, അവിടെ എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ മേലൊക്കെ ഒന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. അവിടെ ഫിഷിങ് അലൗഡാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റ് സ്ഥലാ. എന്താണ് ഷെഫ് എന്ത് പറയണോ? റെഡി ആയിക്കൊണ്ടിരിക്കും. ഷെഫ് ആ പാത്രം ഒന്ന് കഴുകിയാല് നമുക്ക് അതിനകത്തിട്ട് മുറിക്കാം, സ്ലൈസ് ആക്കാം, ഈ നമ്മുടെ ടിക്ക പോലെ. ചങ്കെന്താ ആലോചിക്കണേ? സെറ്റല്ലേ? അതാണ് പഠിക്കുക. അടുത്തിൽ നിങ്ങളാണ് മെയിൻ ഷെഫ്. അതാണ് റോഹിത് ചാന് ഇവിടെ എന്താ ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അറേഞ്ച് ചെയ്യാൻ ഞാനും ചങ്കും കഴിഞ്ഞു. നമ്മളെ വലിയ പാത്രമല്ലേ, അതിനകത്ത് മുറിച്ചാൽ അതാണ് റൂമത്തെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ എല്ലാ സാധനം പറയും. അതാണ് അതിന്റെ സെറ്റാക്കി നോക്കട്ടെ. ഓക്കെ, എണ്ണണോ? അങ്ങനെ വേണം. ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്താ. ഓക്കെ ഓക്കെ, സ്പ്രെഡ് ആയിക്കോളും. ഓക്കെ, പുകയുന്നുണ്ടോ ഗൈസ്? പുകയുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, സ്വാഭാവികം. പുകയാണ് ഇതിന്റെ മെയിൻ അല്ലേ? അതായത് ഇത് റെഡ് ചാർക്കോൾ വിത്ത് ചില്ലി ഫ്ലെക്സ് ആണ്. ചങ്ക എന്താണ് മൈക്കുണ്ട്? അങ്ങനെ നമ്മള് വിജയകരമായി ആദ്യത്തെ സെറ്റ് പൊരിച്ചെടുത്തു. സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, സെറ്റ് ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ ചങ്കിനോട് എന്താണ് അവസ്ഥ വെച്ചോക്കട്ടെ. ചങ്ക എന്താണ് ചിക്കന്റെ അവസ്ഥ? അടിപൊളി അടിപൊളി, ഒന്നും പറയാല്ല. നമ്മളെ മെയിൻ ഷെഫിനോട് കഴിക്കുന്ന സാധനത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനേ ഇല്ല. അത്രയും പെർഫെക്റ്റ്. അതാണ്. ഇത് ഫസ്റ്റ് ട്രിപ്പ് അല്ലല്ല, ഇത് കഴിഞ്ഞ് നമ്മളെത്തി. സാധനം നമ്മളെത്തി. നമ്മളിനി അടുത്ത നമ്മളെ പിടുത്താണ്. എന്താണ് ഇത് രണ്ടാമത്തെ സെറ്റ്. ഓക്കെ ഓക്കെ, അനസും വന്ന്. ഓക്കെ വിനീഷ് ഭായ്, എന്താണ് അവസ്ഥ? പറയാനൊന്നുമില്ല, അടിപൊളി അടിപൊളി. ഓക്കെ, ഇതുപോലെ ഇനി കിട്ടില്ല. അപ്പൊ ഞാൻ അടി തുടങ്ങട്ടെ, അല്ലെങ്കിൽ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അങ്ങ് ഒരു രക്ഷയില്ല കേട്ടോ റജിം ഭായ്. മസാല നാടൻ മസാല ജ്യൂസ് ചെയ്ത് ഒരു രക്ഷയില്ല. മാഷാ അല്ലാഹ്, നല്ല മസാല. ഇനിയും ഇങ്ങനെ മസാല ഇടാൻ കൂടുതൽ കാലം ഉണ്ടാവട്ടെ. ഇതിനൊന്നും ഞാനല്ല ആള്. അതന്നെ. പൂരം കണ്ടീല മായക്കൈ കൂട്ടും മേടവും കേട്ടില്ല.